നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ മയക്കുമരുന്ന് കേസിൽ പിടിയിലാകുന്ന നിരവധി സുന്ദരികൾ. എന്തിനാണ് ഈ യുവതികൾ ഇങ്ങനെ ക്രിമിനലുകളാകുന്നത്? കേരളത്തിലെ അമ്മമാർ, മാതാപിതാക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്ത്രീകളെയും കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് സൂക്ഷിക്കണം. കാസർഗോഡ് 16-കാരിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പോലീസ് നടുങ്ങി. സ്നേഹ മെർലിൻ ഒരു സ്ഥിരം പോക്സോ കേസ് കുറ്റവാളിയാണ്. നേരത്തെ 14-കാരനെ പീഡിപ്പിച്ച കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു. 14-കാരനെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായതിനു ശേഷം ഇവർ പുറത്തിറങ്ങി വീണ്ടും ഒരു 12-കാരിയെ പീഡിപ്പിച്ചു. മേൽപ്പറമ്പ് പോലീസിൽ ഒരു പരാതി ലഭിക്കുന്നു. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 16-കാരിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. പോക്സോ പ്രകാരം പോലീസ് കേസെടുത്തു. പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ മാതാവിൽ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു പോലീസ്. പെൺകുട്ടിയുടെ മാതാവിന്റെ സുഹൃത്താണ് സ്നേഹ മെർലിൻ. ഇവരുടെ വീട്ടിലെത്തിയ സമയത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടയിലാണ് പെൺകുട്ടി താൻ പീഡിപ്പിക്കപ്പെട്ട വിവരം അധികൃതരോട് പറയുന്നത്. ഏറെ വിചിത്രമെന്ന് തോന്നാം ഇവരുടെ പ്രവൃത്തികൾ. എന്നാൽ സ്നേഹ മെർലിൻ ഒരുപാടുണ്ട് നമുക്കിടയിൽ. ഇത്തരം യുവതികളെ പ്രത്യേകമായി നിരീക്ഷിക്കണം. കൊച്ചുകുട്ടികളെ അപരിചിതർ, ഇനി അവർ യുവതികളാണെങ്കിൽ പോലും അവർക്കരികിൽ ഇരുത്തി പോകരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് സ്നേഹ മെർലിൻ്റെ ഇരകൾ. കുട്ടികൾക്ക് ഇവർ ചെറു സമ്മാനങ്ങൾ നൽകും. പലഹാരങ്ങളും മുട്ടായിയുമൊക്കെ അവർ നൽകും. പിന്നീട് വില കൂടിയ ഫോണുകൾ, ചിലപ്പോൾ സ്വർണം പോലും ഇവർ സമ്മാനിക്കും. കുട്ടികളുമായി ലൈംഗിക വൈകൃതമാണ് അവരുടെ ലക്ഷ്യം. ഇതിനുശേഷം സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി അവ കാണിച്ച് കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തും. ഇക്കഴിഞ്ഞ വർഷം കണ്ണൂരിൽ ഒരു 12-കാരിയെ പീഡിപ്പിച്ചു എന്ന പരാതി. കേസിലെ പ്രതി സ്നേഹ മെർലിൻ. പോലീസ് അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് മറ്റൊരു വിവരം കൂടി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പെൺകുട്ടിയുടെ പരാതിക്ക് പിന്നിൽ ഒരു സംഭവമുണ്ട്. സ്കൂളിൽ വെച്ച് ഈ കുട്ടിയുടെ ബാഗ് പരിശോധിക്കുമ്പോൾ അതിലൊരു വില കൂടിയ ഫോൺ. അധ്യാപകർ ഫോൺ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പെൺകുട്ടിയോട് ചോദിച്ചു. കുട്ടിയുടെ മറുപടിയിൽ സംശയാസ്പദമായ ഒട്ടനവധി ചേഷ്ടകൾ. ഇതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ എത്തി കുട്ടിയുമായി സംസാരിച്ചു. അവർ നടത്തിയ കൗൺസിലിംഗിൽ ആ 12-കാരി എല്ലാം തുറന്നു പറഞ്ഞു. താൻ നിരന്തരം ലൈംഗിക പീഡനത്തിനിരയാകുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് വിശദമായ റിപ്പോർട്ടും പരാതിയും പോലീസിന് നൽകിയത്. തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ പരിശോധനയിൽ കുട്ടിക്ക് സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ വില കൂടിയ സമ്മാനങ്ങൾ ഇവർ സമ്മാനിച്ചിട്ടുണ്ട്. കേസിൽ റിമാൻഡിൽ കഴിയവേ മറ്റൊരു കേസ് കൂടി ഉയർന്നു വന്നു. ആ 12-കാരിയുടെ സഹോദരൻ 14-കാരനെയും സ്നേഹ മെർലിൻ പീഡിപ്പിച്ചിരുന്നു. 14 വയസ്സ് മാത്രം പ്രായമുള്ള ആ ആൺകുഞ്ഞിനെ പലതവണയാണ് സ്നേഹ മെർലിൻ പീഡിപ്പിച്ചത്. അവന്റെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ സ്നേഹ പകർത്തി. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് ആൺകുട്ടിയെ സ്ഥിരമായി അവർ ഭയപ്പെടുത്തും. 16-കാരിയെ പീഡിപ്പിച്ചത് മാതാവ് അറിഞ്ഞതേയില്ല. രാത്രിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നപ്പോൾ കുട്ടിയുടെ അരികിലെത്തി. ആദ്യ പീഡനം ആ കുട്ടിയിൽ വല്ലാത്ത ഷോക്കായി. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ ഞാൻ തീർത്തു കളയും എന്നൊക്കെ കൊച്ചുകുട്ടിയെ അവർ ഭയപ്പെടുത്തി. ഭയം കാരണം പെൺകുട്ടി സംഭവം ആരോടും പറഞ്ഞില്ല. സ്കൂളിൽ നടന്ന ഒരു കൗൺസിലിംഗിൽ വെച്ചാണ് 16-കാരി ഒടുവിൽ താൻ നേരിട്ട പീഡനത്തെക്കുറിച്ച് തുറന്നു പറയുന്നത്. ഇത്തരം ധാരാളം ക്രിമിനലുകൾ നമുക്കിടയിലുണ്ട് എന്ന് ഓരോ മാതാപിതാക്കളും തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ വാർത്ത പ്രത്യേക പ്രാധാന്യത്തോടെ അവതരിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചതും. മുൻപ് കൊല്ലത്ത് ഒരു 16-കാരനെ പീഡിപ്പിച്ച യുവതിയെക്കുറിച്ചുള്ള വാർത്ത നമ്മെ ഞെട്ടിപ്പിച്ചിരുന്നു. പിന്നീട് എറണാകുളത്തും സമാനമായ ഒരു സംഭവം. കേരളത്തിൽ ക്രൂര കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്ന ഒട്ടനവധി യുവതികളുണ്ട് എന്നത് വ്യക്തമാണ്. ഇത് പുതിയ സാമൂഹിക മാധ്യമ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ക്രിമിനൽ കേസിലെ പ്രതികൾ പലപ്പോഴും വൈകൃതങ്ങൾക്ക് ഉടമകൾ കൂടിയാണ്. ഇതിലകപ്പെടുന്ന ഇരകളാകുന്ന കുട്ടികൾക്ക് ജീവിതകാലം മുഴുവൻ ഇതൊരു ട്രോമ തന്നെയാവും. മറുവശത്ത് മയക്കുമരുന്ന് കാരിയർമാരായി വൻതോതിൽ കേരളത്തിലെ യുവതികൾ ഇപ്പോൾ മാറുന്നു. മിക്ക മയക്കുമരുന്ന് കേസുകളിലും ഒരു യുവതിയുടെ സാന്നിധ്യം. പലപ്പോഴും സുന്ദരികളായ യുവതികൾ. ആഡംബര കാറിൽ ഒരു വശത്ത് ഒരു സുന്ദരിയായ യുവതിയെ ഇരുത്തി മയക്കുമരുന്ന് കടത്ത്. അതാണ് പലപ്പോഴും മയക്കുമരുന്ന് കടത്തിൽ അവലംബിക്കുന്ന ശൈലി. പണം കിട്ടിയാൽ എന്തും ചെയ്യുമെന്നുള്ള തലത്തിലായി ഇപ്പോൾ ലോകം. അതിൻ്റെ ഒരു ചെറു പരിച്ഛേദമായി കേരളം മാറുന്നു. മയക്കുമരുന്നിന് അടിമപ്പെട്ട് എന്തെല്ലാം ക്രൂരതകളാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ അരങ്ങേറുന്നത്. കോട്ടയത്ത് ഈ അടുത്ത കാലത്ത് ഒരു യുവതി മയക്കുമരുന്നടിച്ച് റോഡിൽ കിടന്ന് പരാക്രമം കാട്ടിയത് നമ്മെ ഞെട്ടിച്ചിരുന്നു. കൊച്ചിയിൽ, ആലുവയിലും സമാനമായ സംഭവം. അവിടെ ഒരു യുവാവും യുവതിയുമായിരുന്നു നടുറോഡിൽ മയക്കുമരുന്നടിച്ച് കാട്ടിക്കൂട്ടിയ വിക്രിയകൾ. കേരളത്തിലെ ബാറുകളിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗത്തിന് ശേഷം എത്തുന്ന നിരവധി യുവതികളെക്കുറിച്ചുള്ള വാർത്തകൾ.
ഓപ്പറേഷൻ തൂഫാൻ ഒന്ന് വിജയിച്ചിരുന്നെങ്കിൽ ഇത്തരം ക്രിമിനലുകൾ പലതും അടങ്ങിയേനെ. ഇന്ന് മറ്റൊരു വാർത്ത കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. മുൻ മിസിസ് കേരള മത്സരാർത്ഥി മുംബൈ വിമാനത്താവളത്തിൽ മയക്കുമരുന്നുമായി പിടിയിലായ വാർത്ത. 2025 മിസിസ് കേരള മത്സരത്തിലെ മത്സരാർത്ഥിയായിരുന്ന ഹർഷ സണ്ണി എന്ന 28-കാരിയാണ് 11.82 കോടി രൂപയുടെ കഞ്ചാവുമായി പിടിയിലായത്. ജൂൺ 10 രാത്രിയിൽ ബാങ്കോക്കിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയതായിരുന്നു ഇവർ. വിമാനത്താവളത്തിലെ പതിവ് നിരീക്ഷണത്തിനിടെ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ എയർ ഇന്റലിജൻസ് യൂണിറ്റിലെയും കസ്റ്റംസ് വകുപ്പിലെയും ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി അവരുടെ ബാഗേജ് പരിശോധിച്ചു. ഹർഷയുടെ ട്രോളി ബാഗ് പരിശോധിച്ച ഉദ്യോഗസ്ഥർ വാക്യൂം സീൽ ചെയ്ത 12 പ്ലാസ്റ്റിക് പാക്കറ്റുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് പൊതികൾ കണ്ടെത്തി. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കിറ്റ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇത് ഹൈഡ്രോപോണിക് കഞ്ചാവാണ് എന്ന് സ്ഥിരീകരിച്ചു. പിടിച്ചെടുത്ത 11 കിലോയിലധികം തൂക്കം വരുന്ന ഈ മയക്കുമരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 11.82 കോടി വിലമതിക്കും. ഏതാനും നാളുകൾക്ക് മുൻപ് കൊല്ലം കുമ്പളത്ത് വീട്ടിൽ ശ്രീകുട്ടി എന്ന യുവതി അറസ്റ്റിലായ വിവരം നമ്മെ ഞെട്ടിച്ചിരുന്നു. അവിടെ പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ ആ 19-കാരി പീഡിപ്പിക്കുകയായിരുന്നു. ഭരണിക്കാവ് സ്വദേശിയാണ് ആൺകുട്ടി. ശ്രീകുട്ടി മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു. വീട്ടുകാർ ഈ പ്രണയം എതിർത്തു. കാമുകനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ മാതാപിതാക്കൾ യുവതിയെ ഈ ആൺകുട്ടിയുള്ള വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നു. ആ വീട്ടിൽ നിന്ന് 16-കാരനെ പീഡിപ്പിച്ച ശ്രീകുട്ടി പിന്നീട് 16-കാരനെ കൂട്ടിക്കൊണ്ട് മൈസൂരു, പാലക്കാട്, പഴനി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര പോയി. പിന്നീട് ആൺകുട്ടി താൻ പീഡിപ്പിക്കപ്പെട്ട വിവരം തുറന്നു പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ പ്രതി അന്ന് കുറ്റം സമ്മതിച്ചു. കുട്ടിയുടെ അമ്മ സമർപ്പിച്ച പരാതിയിലായിരുന്നു കേസെടുത്തത്. 16-കാരനൊപ്പം അന്ന് 19-കാരിയെ ഒരു മുറിയിൽ താമസിപ്പിച്ചു. തുടർന്ന് 16-കാരനെ കൂട്ടിക്കൊണ്ട് 19-കാരി സ്ഥലം വിട്ട കാഴ്ച. ഇതൊക്കെ മാതാപിതാക്കൾ ഗൗരവത്തോടെ എടുക്കണം. കാലം ഏറെ മാറി. നമ്മുടെ കുട്ടികളെ സുരക്ഷിതരായി സൂക്ഷിക്കണമെങ്കിൽ കാമഭ്രാന്തരായ യുവാക്കളെയും വൃദ്ധന്മാരെയും മാത്രമല്ല യുവതികളെ കൂടി സൂക്ഷിക്കണമെന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.